മോദി ഭരണകൂടത്തിന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന ഗോദി മീഡിയകൾക്ക് ഇന്ന് എന്താണ് പറ്റിയത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ വിലക്കെടുത്ത ചില ദേശീയ മാധ്യമങ്ങൾ ചമച്ചുണ്ടാക്കിയിട്ടുള്ള വിശ്വഗുരു പ്രതിച്ഛായകളുടെ നട്ടലൊടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്നും പുറത്തു വരുന്നത്. അധികാരത്തിന്റെ ചെങ്കോൽ കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താമെന്ന് കരുതിയ ഭരണകൂട ഒരു നരേറ്റീവുകളെ വെറും ക്യാമറ കണ്ണുകൾ കൊണ്ട് വിറപ്പിച്ച ഗോദി മീഡിയയുടെ തകർച്ചയ്ക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന നുണകൾ മാത്രം വിളമ്പുന്ന മാധ്യമ സിംഹങ്ങളുടെ റേറ്റിംഗും വ്യൂസും ഇടിഞ്ഞു തകരുമ്പോൾ അതിനെ ഒരു ചെറിയ വിഷയമായിട്ട് ഒരിക്കലും കാണാൻ സാധിക്കില്ല. കാരണം ഓരോ വ്യൂസും നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ പറയും ഇത്ര ആളുകൾ കണ്ടു. അത്രയും ആളുകൾ ആ ഒരു വീഡിയോയെ സ്വാധീനിക്കുകയാണ്, ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുകയാണ്, ആ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ അതിൽ ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണ്. അതൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആളുകൾ ഉണ്ടാകുന്നില്ല. ജനങ്ങൾ സത്യത്തിനായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെയും നെഞ്ചിലേറ്റുന്ന ഒരു പുതിയ വിപ്ലവത്തിനാണ് ഇന്ത്യ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഈ ഗോദി മീഡിയ അല്ലെങ്കിൽ ആ ഒരു മീഡിയയിലൂടെ ഈ ഭരണകൂടത്തിന്റെ അഴിമതികളെല്ലാം മറച്ചു വെക്കുന്നത് ഈ ചെറുപ്പക്കാർ മനസ്സിലാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത് വെറും ഒരു സമരമല്ല ഈ ജന്തർ മന്ദറിൽ നടന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങാൻ നോക്കിയ കോർപ്പറേറ്റുകൾക്കുള്ള ശക്തമായിട്ടുള്ള താക്കീത് കൂടിയായിരുന്നു. ഇനി രാജ്യത്തെ മൊത്തം വോട്ടർമാരുടെ 30% വരുന്ന 35-ന് താഴെയുള്ള ജെൻസി തലമുറയുടെ ഒരു രാഷ്ട്രീയ ബോധം എന്താണെന്ന് ഈ ജന്തർ മന്ദറിൽ നടന്ന പ്രക്ഷോഭങ്ങൾ തെളിയിക്കുന്നതാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി നടക്കാതിരുന്നാൽ ഈ രാജ്യത്തിന്റെ ഭാവിയും ഭരണവും ആര് നിശ്ചയിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു യുവത്വം ഇവിടെ വളർന്നു കഴിഞ്ഞു. ഒട്ടും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും പഴയ പ്രഭാവമില്ല. ആദ്യം ഇവർ വന്ന ആ ചുറുചുറുപ്പും വലിയ കോൺഫിഡൻസും ഒന്നും ഇപ്പൊ ഇല്ല. കാരണം കഴിഞ്ഞ ദിവസം കണ്ടതാണ്, പാർലമെന്റിൽ വന്നു പോയി, ഒന്നും മിണ്ടാനില്ല. അതുപോലെ തന്നെയാണ് മോദിക്കും ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ ഒന്നും തന്നെ മിണ്ടാനില്ല. എവിടെയൊക്കെയോ ഇരുന്ന് ലൈവ് ഇടുന്നു, കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഈ പ്രക്ഷോഭം നടന്ന സമയത്ത് പോലും ഒന്നും തന്നെ അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയോ ആദ്യ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. പ്രശ്നം രൂക്ഷമായപ്പോഴാണ് പ്രതികരിച്ചത്. എന്തായാലും നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലൂടെയും ഗ്രാമീണ മേഖലകളിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർത്തുകൊണ്ടും യുവതലമുറയുടെ ഭാവി വെച്ച് കളിച്ചവർക്കെതിരെ തെരുവുകളിൽ പുതിയ സമര ചരിത്രം കുറിക്കപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഭരണത്തെ താഴെ ഇറക്കാനുള്ള കാരണമായിട്ട് മാറാൻ പോകുന്നത്. ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട മാധ്യമങ്ങൾ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ ഇറങ്ങിയപ്പോൾ പാർലമെന്റിന് പുറത്തു വെച്ച ആ നട്ടലില്ലാത്ത മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഈ മാറ്റത്തിന്റെ തെളിവാണ്. നിങ്ങൾക്ക് ഭരണാധികാരികളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ധൈര്യമില്ല. ഒറ്റ മാധ്യമത്തിനും ധൈര്യമില്ല. ഈ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ എത്ര മീഡിയ അവിടുത്തെ ആളുകൾ വന്നിരുന്നു, അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു, ആ വാർത്തകൾ കൊടുത്തിരുന്നു. എല്ലാം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കാപട്യത്തിന്റെ പ്രവർത്തനമാക്കി അവർ മാറ്റിയിരിക്കുന്നു. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഭരണാധികാരികളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഒറ്റ ചോദ്യത്തിൽ ഗോദി മീഡിയയുടെ മൈക്കുകൾ താഴേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് കടന്നാക്രമിക്കാൻ അറിയാം. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ചോദ്യം ഉയർത്തുന്നവന്റെയോ അല്ലെങ്കിൽ ശബ്ദം ഉയർത്തുന്നവന്റെയോ അടുക്കൽ പോയി ഇമാതിരി കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് അല്ലെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്യുക, അവരെ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ അവരെ അലട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ അവിടെ നടക്കുന്ന അഴിമതി, അവിടെ നടക്കുന്ന മരണങ്ങൾ, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അതൊന്നും തന്നെ ഭരണാധികാരികളോടോ ഭരണപരമായിട്ട് നിൽക്കുന്ന അതിനെ അനുകൂലിക്കുന്ന നേതാക്കളോടോ ചോദിക്കാൻ ധൈര്യമില്ല എന്നുള്ളതാണ്. ഇനി അവർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. ഇതാണോ അവരുടെ മാധ്യമ പ്രവർത്തനം? എന്തായാലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് അഹങ്കരിച്ച നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കസേരയുടെ അടിത്തറയാണ് ഇന്ന് ഈ യുവജന മുന്നേറ്റത്തിലൂടെ ഇളകി തുടങ്ങിയിരിക്കുന്നത്. ഏത് നിമിഷവും കസേര തെറിക്കാം. കാരണം ബുദ്ധിയുള്ള കുട്ടികളാണ്. അവരെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവരെ പറ്റിച്ചുകൊണ്ട് ഇത്രയും നാൾ ഇരുന്നത് അവർ ക്ഷമിച്ചു. ഇനി ക്ഷമിക്കില്ല. കാരണം അതാണ് നമ്മൾ കണ്ടത്. കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപ ഒഴുക്കി നിർമ്മിച്ചെടുത്ത വിശ്വഗുരു, ശക്തനായ ഭരണാധികാരി തുടങ്ങിയ വ്യാജ PR നരേറ്റീവുകളെ ഈ പുതിയ വോട്ടർമാർ തങ്ങൾക്കുള്ള തെളിവുകൾ വെച്ച് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ജനരോഷം ഇരമ്പുമ്പോൾ മോദിയുടെ ജനപ്രീതി കുത്തനെ ഇടിയുന്ന കാഴ്ചയാണ് രാജ്യം കാണുന്നത്.
ഇനി അമിത്ഷായുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും നിർദ്ദേശപ്രകാരം മാത്രം വാർത്തകൾ ചമച്ചിരുന്ന വൻകിട ദേശീയ മാധ്യമങ്ങൾക്ക് ഇന്ന് പൊതുസമൂഹത്തിൽ യാതൊരു വിശ്വാസ്യതയും ഇല്ലാതായിരിക്കുന്നു. ഗോദി മീഡിയ ഇന്ന് ജനങ്ങൾ വിളിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മാധ്യമ സിൻഡിക്കേറ്റിന്റെ വ്യാജ വാർത്തകളെയും BJPയുടെ പ്രൊപ്പഗണ്ടകളെയും തകർത്തുകൊണ്ട് ലക്ഷക്കണക്കിന് യുവാക്കൾ ഇന്ന് സത്യമറിയാൻ സോഷ്യൽ മീഡിയയുടെയും സ്വന്തം യൂട്യൂബ് ചാനലുകളെയും ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. സത്യങ്ങൾ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാൻ തുടങ്ങിയതോടെ ഇത്തരം ചാനലുകളുടെ PR-ഉം വ്യൂസും കുത്തനെ ഇടിയുന്നത് BJPയുടെ പ്രചാരണ സംവിധാനങ്ങൾക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന നുണകൾ മാത്രം വിളമ്പുന്ന മാധ്യമ സിംഹങ്ങളുടെ റേറ്റിംഗ് ഇടിയുമ്പോൾ BJPയുടെ PR ഏജൻസികളെ പോലെ പ്രവർത്തിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളുടെ പതനമാണ് രാജ്യം കാണുന്നത്. ഇത് മോദി ഭരണകൂടത്തെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കുന്നുണ്ട്. കാരണം PR വർക്കിൽ മാത്രം പിടിച്ചു നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ വിരട്ടിയും അഴിമതി കാണിച്ചു നിയന്ത്രിച്ചിരുന്നത്. അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ ഒരു പറ്റം ജനത വന്നിരിക്കുന്നു, ഒരു തലമുറ വന്നിരിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടക്കാതിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് നിമിഷവും മോദിയുടെ കസേര പോകാം. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ജന്തർ മന്ദറിൽ നടന്ന പ്രക്ഷോഭങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നതാണ് അതിന്റെ മറ്റൊരു തെളിവ്. വടക്കേ ഇന്ത്യയിലെ BJPയുടെ ഉറച്ച കോട്ടകളിൽ പോലും യുവാക്കൾ കൂട്ടത്തോടെ ഭരണകൂടത്തിനെതിരെ തിരിയുന്നത് മോദിയുടെ കസേര തെറിക്കുമെന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. ഇനി വൻകിട കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഈ മാധ്യമങ്ങൾക്ക് ബദലായിട്ട് ലക്ഷക്കണക്കിന് യുവാക്കൾ സത്യം അറിയാൻ വേണ്ടിയിട്ട് ധ്രുവ് രാത്തിയെ പോലുള്ള സ്വതന്ത്ര യൂട്യൂബ് ചാനലുകളെ ആശ്രയിക്കുന്നത് BJPയുടെ പ്രചാരണ തന്ത്രങ്ങളെ തകിടമറിക്കുന്നു. അമിത്ഷായുടെ കോടികൾ വിലമതിക്കുന്ന IT സെല്ലിന്റെ നുണക്കഥകളെ വെറും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൊണ്ടും വസ്തുതകൾ കൊണ്ടും പുതിയ തലമുറ നേരിടുമ്പോൾ BJPയുടെ മാധ്യമ സിൻഡിക്കേറ്റ് പൂർണ്ണമായിട്ടും നിസ്സഹായരാകുകയാണ്. അവരുടെ ചോദ്യങ്ങൾ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉള്ളതാണ്, അല്ലാതെ ഒരു വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്ന ഒരു രീതിയേ അല്ല. പട്ടിണി കടക്കണം എന്നിട്ട് രാജാക്കന്മാർ കഴിക്കട്ടെ, അങ്ങനെ അവരെ അനുസരിച്ച് കുമ്പിട്ട് നിൽക്കുന്ന ഗോദി മീഡിയ. ആ ഗോദി മീഡിയക്കാണ് ഇന്ന് വലിയ രീതിയിൽ വ്യൂസ് ഒക്കെ കുറയുന്നത്. ഈ വ്യൂസ് കുറയുന്നത് എന്ന് പറയുമ്പോൾ അതിനെ ഒരു ചെറിയ കാര്യമായിട്ട് കാണരുത്. ഒരു വീഡിയോയുടെ വ്യൂസ് കുറയുന്നത് എന്ന് പറയുന്നത് അത്രയും ആളുകൾ അവരെ വെറുക്കുന്നു, അവരിൽ നിന്ന് പിന്മാറുന്നു, അവരുടെ ചാനലുകളിൽ പങ്കിടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ചാനലുകൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ മോദിയുടെ ഭരണം മടുത്തു, BJPയുടെ ഭരണം മടുത്തു, BJPക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ BJPയുടെ ആശയങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്നൊക്കെ ആവാം ഒരുപക്ഷെ അതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്. യുവതലമുറയുടെ രോഷം വെറും ഒരു മാധ്യമ ബഹിഷ്കരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളും രാജ്യത്തെ തൊഴിലില്ലായ്മയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് കനത്ത തിരിച്ചടിയായിട്ട് മാറുകയാണ്. തങ്ങളുടെ കരിയറും ഭാവിയും വെച്ച് കളിക്കുന്ന മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുമ്പോൾ അത് അമിത്ഷായുടെ രാഷ്ട്രീയ അപ്രമാദിത്വത്തിന്റെ അന്ത്യം കുറിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളും PR സ്റ്റണ്ടുകളും കണ്ട് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ഇന്ന് പൂർണ്ണമായിട്ടും മടുത്തിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് പറയാം, കേരളം കഴിഞ്ഞ 10 വർഷം പിണറായിയുടെ ഭരണത്തിൽ മടുത്തതുപോലെ ഇപ്പോൾ മോദി ഭരണത്തിൽ രാജ്യത്തെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഒരു തലമുറ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അത് ഈ ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരണകൂടത്തിൽ നടന്ന അഴിമതികൾക്കെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ നല്ലത് മാത്രം ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങളും അതുപോലെ വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് അവർ രംഗത്തിറങ്ങുമ്പോൾ ഈ അഴിമതികളൊക്കെ തുടച്ചു നീക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയമില്ല. ഭരണത്തിന്റെ തുടക്കത്തിൽ നൽകിയ തൊഴിലവസരങ്ങൾ, വിലക്കയറ്റ നിയന്ത്രണം, കാർഷിക ക്ഷേമം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വെറും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മാത്രമായിരുന്നു എന്ന് രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന BJPയുടെ സ്ഥിരം നയങ്ങളോട് വോട്ടർമാർക്ക്, പ്രത്യേകിച്ച് നിഷ്പക്ഷരായ ജനങ്ങൾക്ക് ഇപ്പോൾ കടുത്ത അമർഷവും മടുപ്പും മാത്രമാണുള്ളത്. എന്തിനേറെ പറയുന്നത്, ജാതിയും മതവും വിശ്വാസവും കയ്യിലെടുത്തിട്ടല്ലേ രാമക്ഷേത്രം പണിതത്. ആ പണിത രാമക്ഷേത്രത്തില് വിശ്വാസികൾ കൊണ്ടർപ്പിച്ച സ്വർണവും വെള്ളിയും പണവുമല്ലേ ഈ BJP നേതാക്കൾ കട്ടുകൊണ്ടുപോയത്, മോഷണം നടത്തിയത്. ഇതൊക്കെ തെളിവ് സഹിതം പുറത്തു വന്നപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു ഭരണത്തോട് രാജ്യം ഏറ്റവും കൂടുതൽ മടുത്തിരിക്കുന്നത് യുവാക്കളുടെ കാര്യത്തിൽ കൂടിയാണ്. അത് ഈ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ എല്ലാവരും കണ്ടതാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അധികാര
അധികാരത്തിൽ വന്നവർ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർത്തുകൊണ്ട് തുടർച്ചയായിട്ടുണ്ടാകുന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ. ഒന്നും രണ്ടും തവണയല്ല. കഷ്ടപ്പെട്ട് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ജോലിക്കായിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ അത്താണി ആവാം ഒരുപക്ഷെ, അങ്ങനെയുള്ള ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ട് നടത്തുന്ന അഴിമതികൾ. ആ ഒരു പണവും സ്വാധീനമുള്ളവർക്ക് മാത്രം ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്ന ഈ ഒരു അഴിമതി ഭരണ സംവിധാനത്തിന് മുന്നിൽ തങ്ങളുടെ കരിയർ കരിഞ്ഞു പോകുന്നത് കണ്ട് യുവതലമുറ BJPക്കെതിരെ തെരുവിൽ തിളച്ചു മറിയുകയാണ്. കോർപ്പറേറ്റുകളുടെ കോടികൾ ഉപയോഗിച്ച് നഗരങ്ങളിൽ തിളക്കം കാണിക്കുമ്പോഴും ഇന്ത്യയുടെ ഒരു ഹൃദയമായിട്ടുള്ള ഗ്രാമീണ മേഖലകൾ കടുത്ത അവഗണനയിലാണ്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായിട്ടുള്ള വില ലഭിക്കാതെ കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ അവരുടെ സമരങ്ങളെ അടിച്ചമർത്താനാണ് അമിത്ഷായുടെ പോലീസ് ശ്രമിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്കൂളുകളും ഫണ്ടില്ലാതെ അടച്ചുപൂട്ടുന്ന കേന്ദ്ര നയം സാധാരണക്കാരനായ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തങ്ങളുടെ മക്കളുടെ ഭാവി ഇല്ലാതാക്കുന്ന ഈ ഒരു ഭരണകൂടത്തോട് ഗ്രാമീണ ഇന്ത്യ പൂർണ്ണമായും മടുത്തു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടം. അതായത് ആ വിദ്യാർത്ഥി പ്രക്ഷോഭം. രാജ്യത്തെ സാധാരണക്കാരൻ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ടും നികുതി ഭാരം കൊണ്ടും നടുവൊടിഞ്ഞ് ജീവിക്കുമ്പോൾ കോർപ്പറേറ്റ് സുഹൃത്തുക്കളുടെ കോടിക്കണക്കിന് രൂപയുടെ കടങ്ങൾ എഴുതിത്തള്ളുന്ന തിരക്കിലാണ് മോദി സർക്കാർ. അത് അത്ര നാൾ പോകില്ല. അദാനിക്കും അംബാനിക്കും വേണ്ടി രാജ്യത്തിന്റെ പൊതു സ്വത്തുക്കളും വിമാനത്താവളങ്ങളും റെയിൽവേയും വരെ വിറ്റഴിക്കുന്ന ഈ ഒരു കോർപ്പറേറ്റ് പ്രീണന നയം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനും പണക്കാരൻ കൂടുതൽ പണക്കാരനുമാകുന്ന ഈ ക്രൂരമായിട്ടുള്ള സാമ്പത്തിക നയം കണ്ട് മടുത്ത ജനങ്ങൾ മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഭരണകൂടത്തിനെതിരെ ആര് ചോദ്യം ചെയ്താലും അല്ലെങ്കിൽ ചോദിച്ചാലും അവരെ രാജ്യദ്രോഹികളാക്കുകയോ കേന്ദ്ര ഏജൻസികളെ വിട്ട് ജയിലിലടയ്ക്കുകയോ ചെയ്യുന്നത് അമിത്ഷായുടെ ഭയത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ രാഷ്ട്രീയത്തോട് ജനം മടുത്തിരിക്കുകയാണ്. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ ഭരണാധികാരികളെ ഭയപ്പെടേണ്ടി വരുന്ന ഈ അടിയന്തരാവസ്ഥ സമാനമായിട്ടുള്ള സാഹചര്യത്തെ ചെറുക്കാൻ ഇന്ന് ജനങ്ങൾ ഒന്നിച്ചിറങ്ങുകയാണ്, യുവാക്കൾ ഇറങ്ങുകയാണ്. ഭയപ്പെടുത്തി ഭരിക്കാമെന്ന BJPയുടെ കണക്ക് കൂട്ടലുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് 35 വയസ്സിന് താഴെയുള്ള 40% വരുന്ന യുവതലമുറ ഇന്ന് ഒരു ഭയവുമില്ലാതെ തെരുവുകളിൽ അവകാശങ്ങൾക്കായിട്ട് മുറവിളി കൂട്ടുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഭയം അവരിൽ നിന്ന് മാറിയിരിക്കുന്നു. മാധ്യമങ്ങളെ വിലക്കെടുത്ത് വിശ്വഗുരു അല്ലെങ്കിൽ എന്ന ഒരു വ്യാജ പ്രതിച്ഛായ നിർമ്മിച്ച് എത്ര കാലം ജനങ്ങളെ പറ്റിക്കാൻ കഴിയുമെന്നാണ് ഇനി BJPക്ക് നോക്കാനുള്ളത്. ഗോദി മീഡിയയുടെ നുണക്കഥകൾ കേട്ട് മടുത്ത ജനങ്ങൾ ഇന്ന് സത്യമറിയാൻ സോഷ്യൽ മീഡിയയും വാർത്താ ഏജൻസി ചാനലുകളെയും ആശ്രയിക്കുന്നു. രാഹുൽ ഗാന്ധി പാർലമെന്റിന് പുറത്ത് വെച്ച് മാധ്യമങ്ങളുടെ മുഖം മൂടി അഴിച്ചതുപോലെ ജനം ഇന്ന് BJPയുടെ പ്രൊപ്പഗണ്ടകളെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നുണകൾ കൊണ്ടും പരസ്യങ്ങൾ കൊണ്ടും ഇനി ഭരണം നിലനിർത്താൻ കഴിയില്ല എന്ന ജനങ്ങളുടെ ഈ ഒരു ശക്തമായിട്ടുള്ള പ്രഖ്യാപനമാണ് BJPയുടെ ഒരു തകർച്ചയ്ക്ക് വഴിയൊരുക്കാൻ പോകുന്നത്. അധികം നാൾ BJPയുടെ ഭരണം കാണില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നാളുകൾ എടുത്തേക്കാം, പക്ഷേ എങ്കിൽ പോലും പഴയതുപോലെ വിരട്ടാനോ വിരട്ടി ഓടിക്കാനോ കഴിയില്ല എന്ന രീതിയിലേക്ക് ഒരു പറ്റം ജനങ്ങൾ ധൈര്യത്തോടെ ഇറങ്ങാൻ തുടങ്ങി. ആൺ പെൺ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾ അവരുടെ അവകാശത്തിനായിട്ട് ചോദ്യം ഉന്നയിച്ച് തെരുവിലിറങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ് അവരുടെ വീര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആ വീര്യത്തെയാണ് ഇന്ന് മോദി സർക്കാർ ഭയപ്പെടുന്നത്. കാരണം ആ വീര്യം എന്ന് പറയുന്നത് ചെറുതല്ല. നാളെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ബാങ്കായിട്ട് മാറേണ്ട ഒരു കൂട്ടം ആളുകളാണ്. ആ ആളുകൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJP ഭരണകൂടവും അല്ലെങ്കിൽ മോദി അമിത്ഷായൊക്കെ നെഞ്ചിടിപ്പോടെ ഭയപ്പെടുന്നത് എന്നത് വേണമെങ്കിൽ പറയാം.